എല്ലാവർക്കും നമസ്കാരം. ICR കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഒരു മുൻനിര പ്രദർശന തോട്ടമാണ്. നമ്മളിത് വാഴയിലാണ് ചെയ്യുന്നത്, നേന്ത്രൻ വാഴയിൽ. അപ്പൊ നേന്ത്രൻ വാഴയിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് കൂമ്പ് അടഞ്ഞു പോവുക, വെള്ളക്കൂമ്പ്. കൃഷിക്കാർ പറയുന്ന കൂമ്പടപ്പ്, കൊലയ്ക്കാതെ നിൽക്കുക വാഴ. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം നമ്മുടെ മണ്ണിൽ നിന്നുണ്ടാവുന്ന പ്രശ്നമാണ്. മണ്ണിൽ അമ്ലത്വം കൂടുതലായിട്ട്, അതായത് pH എപ്പോഴും നമ്മുടെ മണ്ണിലെ പുളിരസമുള്ള മണ്ണാണ്. അതായത് pH എപ്പോഴും അമ്ലത്വം സ്വഭാവമുള്ള മണ്ണ് എന്ന് പറയും. pH എപ്പോഴും 4, 4.5 അങ്ങനെയുള്ള മണ്ണിൽ എപ്പോഴും ബോറോൺ, സിങ്ക് എന്ന സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം വരും. ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കാരണം മണ്ണിൽ നമ്മൾ എന്ത് വിളകൾ നട്ടാലും അതിനെല്ലാം ഒരു പ്രശ്നങ്ങൾ വരും. അതിൽ വാഴയിൽ വരുന്നതാണ് ഈ കൂമ്പടച്ചു പോവുക, അതായത് വാഴ കൊലയ്ക്കാതെ നിൽക്കുക. അപ്പൊ അതിനായിട്ട് നമ്മൾ വാഴ നട്ട് ഒരു 5-ാം മാസം തൊട്ട് 8-ാം മാസം വരെ ഇത് IIHR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് വികസിപ്പിച്ചെടുത്ത ഒരു കൂട്ടാണ്. വാഴയ്ക്കുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻ മിക്സ്ചറാണ്. ഈ മൈക്രോ ന്യൂട്രിയൻ മിക്സ്ചർ നമ്മൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആണ് സ്പ്രേ കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാഴ 5 മാസം ആകുമ്പോൾ തന്നെ നമ്മളിത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഇലയിൽ തളിച്ചു കൊടുക്കുന്നു. അതിനുശേഷം 6-ാം മാസം 7-ാം മാസം കൊലയ്ക്കുന്ന വരെ ഈ സ്പ്രേ കൊടുക്കുക. കൊലച്ചതിന് ശേഷം 30-ാം ദിവസം, അതായത് വാഴ കൊലച്ച് 30-ാം ദിവസവും 60-ാം ദിവസവും 2 സ്പ്രേ കൊടുക്കുക. ഇത് ചെയ്തു കഴിയുമ്പോൾ വാഴയ്ക്ക് നമ്മുടെ മണ്ണിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം എല്ലാം മാറി അത് കൊല മെച്ചപ്പെടുകയും ചെയ്യും, അതിന് വേണ്ട മൂലകങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കുകയാണ് കർഷകർക്ക്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് നമ്മളിത് 1 കിലോ, അതായത് 1 കിലോ പാക്കറ്റ് 200-ന്റെ ബാരലാണ് കലക്കുന്നത്. അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ 1 കിലോ 200 ലിറ്റർ, അതായത് 200-ന്റെ ബാരലിൽ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇത് ആ സ്പ്രേയറിൽ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഇത് സാധാരണ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ കട്ടയൊക്കെ കാണും, അതൊക്കെ ശരിക്കും നല്ലതായിട്ട് പൊടി നല്ലതായിട്ട് മിക്സ് ആക്കണം. മിക്സ് ചെയ്തതിന് ശേഷം അതേപോലെ ഇത് സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും 11 മണിക്ക് മുമ്പേ, അതായത് ചൂട് കൂടുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. കാരണം ഇത് ഇലയിൽ തളിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ഈ സ്പ്രേയറിനകത്ത് ഒഴിച്ചിട്ട് സ്പ്രേയർ സ്പ്രേ എടുക്കുന്നത്. അത് നമ്മൾ സ്പ്രേയറിനകത്ത് നിറച്ചിട്ട് മൊത്തത്തിൽ വാഴയിൽ ഇലയിൽ ഫുള്ളായിട്ട് കുളിപ്പിച്ചടിക്കുക. ഓക്കെ, ഇലയിൽ മൊത്തത്തിൽ ഇലയിൽ അടിവശം നല്ലതായിട്ട് വീഴുന്ന രീതിയിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ 5-ാം മാസം വാഴയ്ക്കാണ് സ്പ്രേ ചെയ്യുന്നത്. 5 മാസമായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മാസം വീണ്ടും സ്പ്രേ ചെയ്യും. കൊലയ്ക്കുന്ന വരെ നമ്മളിത് സ്പ്രേ ചെയ്യണം. അതിനുശേഷം കൊലച്ച് കഴിഞ്ഞിട്ട് 30-ാം ദിവസവും 60-ാം ദിവസവും. അപ്പോൾ ഈ ടെക്നോളജി ശരിക്കും വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരാണ്. അത് സൂക്ഷ്മ മൂലക കൂട്ടാണ്, അതായത് ബനാന സ്പെഷ്യൽ എന്ന് പറയും. ഈ ബനാന സ്പെഷ്യൽ ഈ വാഴയ്ക്ക് നമ്മൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ഇപ്പോൾ ചെയ്ത രീതിയിൽ നമ്മൾ ചെയ്താൽ
വാഴക്കൊല മെച്ചപ്പെടും, അതിൽ ഈൽഡ് ഉൽപ്പാദനം കൂടുകയും ചെയ്യും. ഓക്കെ.